ഇന്നലെ നമ്മൾ പഠിച്ചു നിർത്തിയത് പൗലോസ് പ്രശംസിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചു നിർത്തിയത് അല്ലേ? 10 കിട്ടിയല്ലേ? പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാമോ? 10 ഏതാണ്? ആദ്യത്തോട്ട് ഏതിലൊക്കെ? തനിക്ക് ലഭിക്കുവാൻ പോകുന്ന ദൈവ തേജസ്സിൽ താൻ പ്രശംസിക്കുന്നുണ്ട്. പിന്നെ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു, ദൈവത്തിൽ പ്രശംസിക്കുന്നു, തൻ്റെ ബലഹീനതകളിൽ ബലഹീനത പ്രശംസിക്കാനുള്ള കാര്യം എന്നാന്ന് പറഞ്ഞില്ലയോ? അത് വാക്കിയ ബലഹീനതകൾ പ്രശംസിക്കാനുള്ള കാരണം എന്നാ? ഇവിടെ ബലഹീനത വേറെയാ. കാരണം ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേലെ എന്ത് ചെയ്യുന്നത്? പകരപ്പെടുന്നത്. അപ്പോഴ് ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ പകരപ്പെടാനുള്ള ഒരവസരമായിട്ട് ഞാനത് കാണുന്നത് കൊണ്ട് ഐ റിജോയ്സ് ഇൻ ദാറ്റ്, ഞാനതിൽ സന്തോഷിക്കുന്നു, ഞാനതിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ബലഹീനത എന്ന പദം തന്നെ പലയിടത്തും പല അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്, വേറുന്നതെന്ന് ഓർത്തോണം കേട്ടോ. ഓക്കെ, അടുത്തത് ക്രൂസിൽ. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിങ്ങളല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഈ വാക്ക് ഇവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചത് കണ്ടിട്ടുണ്ടോ? അതിവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിങ്ങളല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്നൊരു വാക്യം ഒരു പള്ളിയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? തൃശ്ശൂരാ? എവിടാന്നുള്ള ഓർമ്മയില്ല അല്ലേ? മണ്ണുത്തിലൊന്നും വേണ്ട, ഇവിടെ ഹൈറോഡിലാ. ലത്തീൻ പള്ളിയല്ല, പള്ളിയാണ് ലത്തീൻ അടുത്താ. സുറായിക്കാരുടെ അതാണ് വലിയ പള്ളി അവരുടെ. ആ പള്ളിയെ വലിയ പള്ളി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ടത്. പക്ഷെ നമ്മൾ മലയാള അക്ഷരം അറിയത്തില്ലെങ്കിൽ അത് വായിക്കുന്ന വേറെ രീതിയിലായിരിക്കും. കാരണം പഴയ മലയാളത്തിൽ ഈ ഇല്ലായിരുന്നു, നമ്മുടെ ഇന്നത്തെ ഈ ഇല്ലായിരുന്നു. പഴയ മലയാളത്തിൽ നമ്മുടെ ഇന്നത്തെ ഈ ഇല്ല. പഴയ മലയാളത്തിൽ ഈ എന്തുവായിരുന്നെന്ന് അറിയാമോ? ഇതായിരുന്നു പഴയ മലയാളത്തിലെ ഈ. ഭാഷ ഒത്തിരി പുരോഗമിച്ചു നമ്മുടെ. പഴയ മലയാളത്തിലെ ഈ ഇതാ. അപ്പം ഇങ്ങനെ അവിടെ എഴുതിയേക്കുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ ഈശോ മശിഹായുടെ, അവിടെ ഈ എന്നുള്ളത് ഇതാ. ഇത് ഈ ആയിട്ട് വായിക്കാറിയത്തില്ല, അംശോ മശിഹാന്നായിട്ട് വായിക്കും നമ്മൾ. ഇനി ഒന്ന് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ, ഉണ്ടാവും വാക്യം അവിടെ ഉണ്ട്. ആ മലയാളം തന്നെ അതിൻ്റെ എഴുതിയേക്കുന്നത്. ഗലാത്യർ 6 നമ്മുടെ ഇപ്പോഴത്തെ 6 മലയാളം 6 അവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ ഭാഷയ്ക്ക് വന്ന മാറ്റത്തിൻ്റെ, അക്ഷരങ്ങൾക്ക് ലിപികൾക്കൊക്കെ വന്ന മാറ്റത്തിൻ്റെ പ്രത്യേകതയുള്ള ഒന്നാണ്. ഭാഷ പുരോഗമിക്കുന്നു എന്നുള്ളതിൻ്റെ ഈ അക്ഷരമേ മാറി. ഈ ഇല്ല ഇപ്പം നമുക്ക് മലയാളത്തിലില്ല. ആ പഴയ ബൈബിളുകളുള്ളവരൊന്നും കളയരുത് കേട്ടോ. വല്ലതും വീട്ടിലുണ്ടെങ്കിൽ ഒത്തിരി മൂല്യമുണ്ട് അതിന്. പിന്നെ എൻ്റെ ഒരു 125 വർഷം മുമ്പുള്ളൊരു പഴയ ബൈബിളുണ്ടാവും. ആൻറ്റിയുടെ അപ്പച്ചനെ ഉപയോഗിച്ചിരുന്ന ബൈബിള്. പല പേജുകളും ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് നമുക്ക് അത് എടുക്കാൻ തന്നെ പാടാണ്. കാരണം മലയാളം അക്ഷരം അറിയാമെങ്കിൽ അത് നോക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. മലയാളത്തിലെ 1, 2, 3 അതറിയാമെങ്കിലേ അത് നമുക്ക് എടുക്കാൻ തന്നെ പറ്റത്തുള്ളൂ. അധ്യായങ്ങളിൽ നമുക്ക് എടുക്കാൻ തന്നെ പറ്റത്തുള്ളൂ. എനിക്ക് നമ്മുടെ കർത്താവ്, അപ്പോൾ ഞാൻ കണ്ടോ ഇതൊന്ന് പറഞ്ഞത് ഇവിടെ എഴുതിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ കർത്താവിൽ പ്രശംസിക്കുന്നു, ഞാൻ ആർക്കും ഭാരമായിരുന്നില്ല എന്നതിൽ ഞാൻ പ്രശംസിക്കുന്നു. ദാറ്റ്സ് എ ബിഗ് തിങ്. എസ്പെഷ്യലി മിനിസ്ട്രിയിലിരിക്കുന്ന നമ്മളത് ഒരു നമ്മുടെ ഒരു മോട്ടോ ആയിട്ട് എടുത്തോണം. മോട്ടോ എന്ന് നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട്, ഐ വിൽ നോട്ട് ബി എ ബേർഡൻ ടു എനിബഡി. ഞാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല, ഭാരമായി. ഞാൻ കുടിച്ചോ ഇല്ലയോ എന്ന് പോലും ആരും അറിയത്തില്ല. ഏത് കുടിച്ചോ, തന്നെ അടിച്ചോ എന്നല്ല, ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന് പോലും എന്ത് ചെയ്യത്തില്ല, ആരും അറിയത്തില്ല. പിന്നെ തൻ്റെ പാരമ്പര്യത്തിൽ അത് തൻ്റെ ഭൗതിക ഇതിനകത്ത് ഐ ആം പ്രൗഡ്, ഐ ആം ഗ്ലാഡ്. വാസ്തവത്തിൽ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതിൽ ഞാൻ എന്ത് ചെയ്യുന്നു,
ജനാഭിമാനം കൊള്ളുന്നു. അത് വേണം. നമ്മുടെ പാരമ്പര്യങ്ങളിലും നമ്മൾ അഭിമാനമുള്ളവരായിരിക്കണം. ഇങ്ങനൊരു ക്രിസ്തീയ കുടുംബത്തിൽ, ഇങ്ങനൊരു ക്രിസ്തീയ ഭവനത്തിൽ, ഇങ്ങനൊരു മാതാപിതാക്കളാൽ, ഇങ്ങനൊരു സഭയിൽ ജനിച്ചു വളരാൻ കർത്താവേ നീ എനിക്ക് തന്ന ആ പദവിക്ക് ഐ എം റിയലി പ്രൗഡ് ഓഫ് ഇറ്റ്. അടുത്തത്, തൻ്റെ ആത്മീയ മനുഷ്യനിൽ. എൻ്റെ അവസാനം നമ്മൾ കഴിഞ്ഞു, തൻ്റെ അധ്വാന ബലത്തിൽ. നിങ്ങളല്ലോ എൻ്റെ പ്രശംസ കിരീടം. പൗലോസ് തെസ്സലോനിക്ക സഭയെക്കുറിച്ച്, ഫിലിപ്പിയ സഭയെക്കുറിച്ചൊക്കെ എന്താണെന്നറിയാമോ? അഭിമാനം കൊള്ളുക. ഇനി 5-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ഇനിയുള്ള നിന്റെ ക്രിസ്തീയ ജീവിതം ഷുഡ് നോട്ട് ബി ഇൻ ഫിയർ. നിന്റെ ഇനിയുള്ള ക്രിസ്തീയ ജീവിതം ഭയത്തിലോ സന്ദേഹത്തിലോ ആയിരിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ നടത്തുമോ, ദൈവം എന്നെ അങ്ങനെ. എടാ, പാപികളായിരിക്കുമ്പം തന്നെ നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി ഇത്രയും ദൈവം ചെയ്തെങ്കിൽ നിരന്ന ശേഷം നിന്നെ കളയുമെന്നാണോ നീ പേടിക്കുന്നത്? അതുകൊണ്ട് ഒരു 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 ഷുവർട്ടി ഇല്ലാത്തൊരു ക്രിസ്തീയ ജീവിതമല്ല. മനസ്സിലായ പൗലോസ് പറയുന്നത്? പാപികളായിരിക്കുമ്പം തന്നെ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഇത്രയും എൻ്റെ ദൈവം ചെയ്തെങ്കിൽ ഞാൻ അവൻ്റേതായി തീർന്നതിന് ശേഷം, ഞാനിപ്പോൾ അവൻ്റെയാ ആയി തീർന്നതിന് ശേഷം അവൻ എത്ര അധികമായി എന്നെ ക്രിസ്ത്യൻ ലൈഫിൻ്റെ എഷ്യൂരിറ്റി എന്ന് പറയുന്നതാണ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഉറപ്പെന്ന് പറയുന്നതാണ്. എൻ്റെ ദൈവം എന്നെ എന്ത് ചെയ്യില്ല, കൈവിടില്ല. എൻ്റെ ദൈവം എന്നെ തള്ളിക്കളയത്തില്ല. എൻ്റെ ദൈവം ദോഷമായിട്ട് എനിക്കൊന്നും ചെയ്യത്തില്ല. കാരണം ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ അവൻ ചെയ്തെങ്കിൽ അവനോട് നിരപ്പ് വന്ന ശേഷം, ഒരു ദൈവവൈതലായി തീർന്ന ശേഷം ഇനിയിപ്പം ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്? അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ കർത്താവ് വിളിക്കുന്നത്, അല്പവിശ്വാസിയെ നിങ്ങളെ എത്ര അധികം. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ ഒരു സസ്യത്തെ ദൈവം ശലോമോൻ സ്വയം അലങ്കരിച്ചതിനേക്കാൾ കൂടുതലായി അലങ്കാരത്തോടെ ദൈവം വളർത്തുന്നു എങ്കിൽ അല്പവിശ്വാസി, why do you doubt? ആകാശത്തുള്ള പറവജാതികളെ അവൻ പോഷിപ്പിക്കുന്നെങ്കിൽ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരൽസ്, എന്നിട്ടും ദൈവം അവയ്ക്ക് വേണ്ടുന്നതെല്ലാം ഓരോ ദിവസവും കൊടുക്കുന്നെങ്കിൽ അല്പവിശ്വാസിയെ നീ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠതയുള്ളതാ. എന്തുവാ നമ്മുടെ ശ്രേഷ്ഠത? 2 ശ്രേഷ്ഠതയെങ്കിലും പറ. അതിനേക്കാൾ നമുക്കുള്ള ശ്രേഷ്ഠത ഇതിനേക്കാൾ? ആകാശത്തിലെ പർവ്വജാതിയേക്കാളും വയലിലെ മൃഗങ്ങളെക്കാളും നമുക്കുള്ള 2 ശ്രേഷ്ഠത പറ. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പെസിഫിക്. അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാ ഞാൻ. മറ്റേതല്ല. ഉളവായിട്ട് ഞാൻ കുറങ്ങിയെന്നൊന്നുമല്ല. ഇത് പറഞ്ഞവനെ ഒന്ന് മുഖത്ത് നോക്കി വിളിക്കുക, നിന്നെ കണ്ടിട്ട് കുറങ്ങനെ കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു നോക്കിയേ. അന്നേരം വിവരം അറിയാവൻ. ഞാൻ അങ്ങനെ ഒന്നല്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൈവേലയാ, ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതാ. ഐ എം നോട്ട് ആൻ ആക്സിഡന്റ്. ഓ അല്ലേ, ചിലപ്പോൾ പറയാറുണ്ട്, അശോ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു വീണ്ടും ഗർഭിണിയായത്. It's not an accident. You are planned and purposed. ഞാൻ അവൻ്റെ കൈവേലയാ. എൻ്റെ സൃഷ്ടിപ്പിൽ ദൈവത്തിന് പ്രത്യേകമായിരിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതാ എൻ്റെ ഒന്നാമത്തെ ശ്രേഷ്ഠത. ഐ ആം ഹിസ് ക്രിയേഷൻ. ഞാൻ അവൻ്റെ കൈവേലയാ. 2, അവൻ്റെ ശ്വാസം എങ്ങനെ വന്നേ? കൈവേല. ഞാൻ അതെല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഓരോരുത്തരും ഒന്നും ഊതുന്നൊന്നുമില്ല കേട്ടോ. ഐ ആം റിഡീംഡ്. ഞാൻ ദൈവത്തിൻ്റെ പൈതല. ഞാൻ
വീണ്ടെടുക്കപ്പെട്ടവനാ, ഞാൻ അവൻ്റേതാണ്, അവൻ എന്നെ വില കൊടുത്ത് വാങ്ങിച്ചതാ. രണ്ട് വിശേഷത ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ. മിനിമം ഇത് രണ്ടും. ഒന്ന്, യു ആർ ക്രിയേറ്റഡ് ബൈ ഹിം. രണ്ട്, യു ആർ റിഡീംഡ് ബൈ ഹിം. നീ അവനാൽ സൃഷ്ടിക്കപ്പെട്ടതാ, നീ അവനാൽ വീണ്ടെടുക്കും പ്രാപിച്ചതാ. അപ്പൊ നിറന്ന ശേഷം ദൈവമായിട്ടുള്ള നിരപ്പ് എത്ര അധികമായിട്ട് ദൈവം നിന്നെ പരിപാലിക്കുകയും ദൈവം നിന്നെ സൂക്ഷിക്കുകയും ദൈവം നിന്നെ കരുതുകയും ചെയ്യുമെന്നറിയാമോ? ആ ഒരു ഉറപ്പ് ഉണ്ടോ ജീവിതത്തിൽ? ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കിടന്ന് ബേജാറടിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് കൊണ്ടാ പറഞ്ഞ്, ഏറിയ കുരുകളിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാ. ഇനി ഒരു ദൈവിക ശുശ്രൂഷയിലായിരിക്കും നമ്മെ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്. ഐ ആം ഹിസ് അംബാസിഡർ. ഞാൻ അവൻ്റെ സ്ഥാനാപതിയാണ്. എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചതാ. ഐ ആം കോഹായ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ കൂട്ടുപങ്കാളിത്തം ശുശ്രൂഷ. സോ മെനി തിങ്സ്, ഒത്തിരി ഉണ്ട്. നമ്മുടെ വിശേഷത നമ്മൾ അറിയണം. ചിലർ പറയാം, എടാ നീ ഇന്ന കുടുംബത്തിലാണെങ്കിലും ഒരു ബോധം വേണമെന്ന് പറയാറുണ്ട് ചിലരോട്. നീ ഇന്ന കുടുംബത്തിലാണെങ്കിലും പിന്നെ എന്തിനാ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്ന് മോങ്ങുന്നേ, ഇരുന്ന് കരയുന്നത് എന്തോത്തിന്? നിനക്ക് അവനെ വിശ്വാസമില്ലേ? അവൻ നിനക്ക് വേണ്ടി കരുതില്ലേ? നിന്റെ ആവശ്യങ്ങൾ അവൻ അറിയത്തില്ലയോ? അല്പവിശ്വാസിയെ, വയലിലെ താമരയെ ദൈവം ശലോമോൻ അണിഞ്ഞൊരുങ്ങി വന്നതിനേക്കാൾ, വേറെ ഭാഷാന്തരത്തിൽ പറയുന്നത് ശലോമോൻ അണിഞ്ഞൊരുങ്ങാൻ ഉപയോഗിച്ചിരുന്നത് ഈ വയലിലെ താമരകളെയും പൂപ്പുകളെയും. ശലോമോൻ തൻ്റെ ഭംഗിയെയും മഹത്വത്തെയും വെളിപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചത് ഈ വയലിലെ സസ്യത്തെയാ. അപ്പൊ ഏതിനാ വില കൂടുതൽ? ഇതിനാവാ. അതിനെ ദൈവം അത്രയും മനോഹരമായിട്ട് സൃഷ്ടിച്ചെങ്കിൽ നിന്നെ അവൻ മറന്നു കളയുമെന്നോ? നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടെങ്കിൽ ആരും ഇല്ലാത്ത പോലെ. പാടാൻ നേരത്ത് പാടും, അനാഥനല്ല ഞാൻ, അശ്വരനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ. പക്ഷെ അത് കഴിഞ്ഞാൽ താടിക്ക് കൈയും കൊടുത്തൊരു ഇരിപ്പ് കണ്ടാൽ, താടിക്ക് കൈ കൊടുത്തൊരു ഇരിപ്പ് പറഞ്ഞല്ലേ, ഇരിപ്പ് കണ്ടാൽ പാമ്പ് ചത്ത കാക്കാൻ്റെ കൂട്ടാ എന്ന് പറഞ്ഞാൽ എന്തുവാ? പാമ്പാട്ടിയുടെ പാമ്പ് ചത്ത് പോയി കഴിഞ്ഞാൽ പോയി, ജീവിതം പോയി. നോ, എപ്പോഴും സന്തോഷത്തോടെ എനിക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. പാവികളായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് എന്നെ സ്നേഹിച്ചതിനാൽ നിറഞ്ഞ ശേഷം എത്ര അധികമായി അവൻ എനിക്ക് വേണ്ടി കരുതുമെന്നറിയാമോ? ശരി, നമുക്ക് പെട്ടെന്ന് താഴോട്ട് വായിച്ചു പോയി. ഇനി വായിച്ചോ, ഞാൻ വായിച്ചേ. നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന്, അത് മറക്കരുത് കേട്ടോ, നമുക്ക് നിരപ്പ് ലഭിക്കാൻ കാരണമായത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ഒരിക്കലും മറക്കരുത്. കാരണമായ കർത്താവ് യേശു ക്രിസ്തു എപ്പോഴും, കർത്താവേ എന്നെ വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം, എൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില നീയാണ് കൊടുത്തത്, നീയാണ് എന്നെ രക്ഷിച്ചത്. വായിച്ചു ഇനി. അതുകൊണ്ട് ഏകമനുഷ്യർ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും വന്നിരിക്കുന്നു. ഓക്കെ, ഒന്ന് നിന്നോണേ. എന്തുവാ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. 12 മുതൽ 12 വായിക്കുന്നത് എന്തുവാ? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു, അല്ലെങ്കിൽ കടന്നു. The entrance of sin came through Adam, and through that the death also came. ഏക മനുഷ്യന്റെ പാപത്താൽ അല്ലെങ്കിൽ അനുസരണക്കേടിനാൽ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചു, അതുഫലമായിട്ട് മരണവും ലോകത്തിലേക്ക് വന്നു. ശ്രദ്ധിച്ചോനി, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തിരിക്കയാൽ മരണം സകല മനുഷ്യരിലും കടന്നിരിക്കുന്നു.
അപ്പോൾ മനുഷ്യൻ പാപിയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് അവൻ്റെ മരണം. ഓക്കെ, അടുത്തത് ന്യായപ്രമാണം കൊടുത്തതിൻ്റെ അന്ന് തൊട്ടല്ല പാപം വന്നത്. ന്യായപ്രമാണത്തിന് മുൻപും പാപം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് ദൈവം 10 കൽപ്പന കൊടുക്കുന്നതിന് മുമ്പും പാപം ഉണ്ടായിരുന്നു. ആ ആ ആ എന്നാൽ ന്യായപ്രമാണം എന്ന് തൊട്ടാണോ വന്നത്, അന്ന് തൊട്ടാണ് എന്ത് ചെയ്യുന്നത്? ന്യായപ്രമാണ ലംഘനം എന്നുള്ളൊരു പാപം നിലവിൽ വന്നത്. അതുവരെ ന്യായപ്രമാണ ലംഘനം എന്നുള്ളൊരു പാപമില്ലായിരുന്നു. ഏത് പാപമേ ഉള്ളായിരുന്നു? മനസാക്ഷിയിൽ നൽകിത്തന്ന പ്രമാണത്തിന്റെ പാപമേ ഉള്ളായിരുന്നു, ലംഘനമേ ഉള്ളായിരുന്നു. വായിച്ചോനെ. എങ്കിലും ആ ആ ആ ആ നോക്കി. അപ്പൊ മുഴുവൻ ലോക ജനത്തെയും 3ആയിട്ട് തിരിച്ചിരിക്കുക. ഇപ്പം ആദാം മുതൽ മോശ വരെ, മോശ മുതൽ ക്രിസ്തു വരെ, ക്രിസ്തു മുതൽ ഇന്നേ വരെ. മനസ്സിലായോ നിങ്ങൾക്ക്? ആദാം മുതൽ മോശ വരെ ന്യായപ്രമാണമില്ലാത്ത കാലം. ന്യായപ്രമാണം ഇല്ലാത്ത കാലം. എന്നാൽ ന്യായപ്രമാണം ഇല്ലയോ? ഉണ്ട്. എവിടെ? മനസാക്ഷിയിൽ. അപ്പം മനസാക്ഷിയുടെ പ്രമാണമാണ് ഇവിടെ. മനസാക്ഷിയിൽ ലഭിച്ച പ്രമാണം അവിടെ. ഇനി മോശ മുതൽ ക്രിസ്തു വരെയാണ് അടുത്തത്. അതാണ് ശരിക്കും എന്തോ ന്യായപ്രമാണ യുഗം. പക്ഷേ ഈ ന്യായപ്രമാണം ലഭിക്കാത്ത കാലത്തും ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? മരണമെന്ന് പറയുന്നത് പാപത്തിന്റെ ശമ്പളവുമാണ്. ഇവിടെ മരണം സംഭവിച്ചാൽ എനിക്കറിയാം. കാര്യം എന്തുവാ? പാപത്തിന്റെ ശമ്പളമായ മരണമാണ്. ന്യായപ്രമാണം ഞാൻ ലംഘിച്ചത് കൊണ്ട് കിട്ടിയത്. പക്ഷേ ന്യായപ്രമാണം എനിക്ക് ലഭിക്കാതിരുന്നിട്ടും കിട്ടിയില്ലെങ്കിലും മരണം ദേ ഇവിടെ നടന്നിരിക്കുന്നു. ആദാം തൊട്ട് മോശ വരെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചിട്ടുണ്ട്. അപ്പം എന്തുവാ അതിനകത്ത് മനസ്സിലാക്കുന്നേ? ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയാം. ഒരു കാര്യം പറയാം. ക്യാൻസർ എന്ന രോഗം കണ്ടുപിടിക്കുന്നതിന് മുൻപും ആളുകൾ ക്യാൻസർ പിടിച്ച് മരിച്ചിട്ടുണ്ട്. പേരിട്ടില്ലെന്നേ ഉള്ളായിരുന്നു അതിന്. ഇതേ സിംറ്റം, ഇതേ കാര്യം നടന്നിട്ടുണ്ട്. അപ്പൊ അതിന് അർത്ഥം എന്തുവാ? ക്യാൻസർ നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ ഫലം നമ്മൾ കണ്ടു, അതിന്റെ ദൂഷ്യവശം നമ്മൾ കണ്ടു. അതവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പാപം ന്യായപ്രമാണത്തിന് മുൻപും ഉണ്ടായിരുന്നു. എങ്ങനെ അറിയാം? പാപത്തിന്റെ ശിക്ഷയാകുന്ന അല്ലെങ്കിൽ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം എന്ത് ചെയ്തിരിക്കുന്നു? ഇവരിലെല്ലാം വാണിട്ടുണ്ട്. അപ്പൊ ന്യായമായിട്ടപ്പം അങ്ങനെയാണ് വരുന്ന ചോദ്യം. അപ്പൊ ആദാം ചെയ്ത പോലുള്ള പാപമൊന്നും അല്ലല്ലോ ഇവർ ചെയ്തത്, ഇവരും ചെയ്യുന്നത്. പാപം ഏത് പാപം എങ്ങനത്തെ പാപം ആദാം ചെയ്തതുപോലെയുള്ള പാപം ചെയ്യാത്തവരല്ലോ.
ആദാമിൻ്റെ പാപം എന്തുവായിരുന്നു? പഴം പറിച്ച് തിന്നു എന്നുള്ളതാണ്. പിന്നെ ആരും പഴം പറിച്ച് തിന്നിട്ടില്ല. തിന്നരുതെന്ന് പറഞ്ഞ പഴം പിന്നെ ആരും എന്ത് ചെയ്തിട്ടില്ല? തിന്നിട്ടില്ല. അപ്പൊ ആദാം ചെയ്തതുപോലുള്ള പാപം ചെയ്യാത്തവരിലും എന്ത് ചെയ്തു? മരണം, പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം എന്ത് ചെയ്തിരിക്കുന്നു? കടന്നു വന്നിട്ടുണ്ട്. അതപ്പോ എങ്ങനെ വന്നേ? അവിടാണ് ഞാൻ ആദ്യം പറഞ്ഞ തിയറി വരുന്നത്, ഐഡിയ ഓഫ് കോർപ്പറേറ്റ്സ് സോളിഡാരിറ്റി. ഏകത്വത്തിൽ നാനാത്വത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദർശിക്കുന്നു. ഇപ്പൊ യുക്രൈനോട് യുദ്ധം ചെയ്യാനായിട്ട് റഷ്യൻ ജനത എല്ലാം കൂടെ ഒന്നുമല്ല തീരുമാനം എടുത്തേ. അവിടുത്തെ പ്രസിഡന്റോ ഹൂവർ ഇറ്റ് ഈസ്, അത് എല്ലാവരും എടുത്ത തീരുമാനത്തിന് തുല്യമാണ്. ആദാമിൽ ചെയ്ത അനുസരണക്കേട് സകല മനുഷ്യരിലും എന്ത് ചെയ്തിരിക്കുന്നു? പരന്നു. സകലരും അതിന് ശിക്ഷയ്ക്ക് യോഗ്യരായി തീർന്നു. ഞങ്ങളാരും പഴം പറിച്ച് തിന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ നമ്മളാരും തിന്നിട്ടില്ല. പക്ഷേ ആദാം തിന്നതിൽ ഞാനും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? പങ്കാളിയായി തീർന്നിരിക്കുന്നു. ഞാനൊന്നും വേൾഡ് ബാങ്കിൽ നിന്ന് ഒരു പണവും കടമെടുത്തിട്ടില്ല. പക്ഷേ എല്ലാ ഇന്ത്യക്കാരനും എന്ത് ചെയ്യാനാ? കടക്കാരനായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ നോക്കുക, മോശയിക ന്യായപ്രമാണം ഇല്ലാത്ത കാലത്തും മരണം എന്ത് ചെയ്തു? ഉണ്ടായിരുന്നു. അവരുടെ മരണത്തിന്റെ കാരണം ആദാം ചെയ്ത പോലുള്ള പാപം അവർ ചെയ്തത് കൊണ്ടല്ല, അവരുടെ മനസാക്ഷിയിൽ ദൈവം കൊടുത്ത പ്രമാണത്തെ ലംഘിക്കുകയും ആദാമ്യ പാപത്തിൽ അവർ പങ്കാളികളും കൂടെ ആയിത്തീർന്നു എന്നുള്ളതാണ്. വല്ലതും കിട്ടിയോ? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അടുത്ത പ്രസന്റേഷന് ചോദ്യം വരുന്നത് ഇങ്ങനെ ആയിരിക്കും. നമ്മളെങ്ങനെയാ ഭാവികളായെന്ന്. എങ്ങനെയാ? ആദാമ്യ പാപത്തിൽ നാമും എന്ത് ചെയ്തിരിക്കുന്നു? പങ്കാളിയായി. ഇൻ ഹിം വി വർ, അവനിൽ നമ്മളുണ്ടായിരുന്നു. മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറയണം. ഇനി അത് കഴിഞ്ഞ് ദൈവം മോശയുടെ ഇവിടെ വ്യക്തമാണ്, ന്യായപ്രമാണ കാലത്ത് ഒരുവന്റെ മേൽ ശിക്ഷ വരുന്നെങ്കിൽ വ്യക്തമാണ്. കാരണം ന്യായപ്രമാണം ലംഘിച്ചത് കൊണ്ട് ഞാൻ മരണത്തിന് അധീനം. ശരിയാണ്, അതെനിക്ക് മനസ്സിലായി. പക്ഷെ അതിന് മുമ്പുള്ളത് ഇതും കഴിഞ്ഞ് ന്യായപ്രമാണ കാലവും കഴിഞ്ഞു, ക്രിസ്തുവും കഴിഞ്ഞു. പക്ഷെ മരണം പിന്നെയുണ്ടല്ലോ. മരണം ഇപ്പോഴും ഉണ്ട്. അവിടെ വരുമ്പോഴാണ് മരണം എന്തുവാന്ന് നമുക്ക് പഠിക്കാൻ പോകേണ്ടത്. വാട്ട് ഈസ് ഡെത്ത്? മോശയ്ക്ക് മുമ്പും മരണം ഉണ്ടായിരുന്നു, ന്യായപ്രമാണ കാലം മരണമുണ്ട്. ക്രിസ്തു വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും സെമിട്രിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ തലവേദന ഹോൾ ഉണ്ടാക്കാനല്ല, സെമിട്രി ഇട്ടാണ് ഏറ്റവും വലിയ തലവേദന ഇന്നത്തെ കാലത്ത്. അപ്പൊ എന്താ ഇത്? അപ്പൊ എന്തോ ഈ മരണം എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഡെത്ത്? കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നാൽ ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാൾ മരണം ആസ്വദിക്കുകയില്ല. ഇതെങ്ങനെ രണ്ടും കൂടെ എന്നേ? അല്ലല്ലേ, കർത്താവ് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും എന്ത് ചെയ്യത്തില്ല? മരണവും കാണത്തില്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ? അപ്പൊ എന്തോ ഈ മരണം? നമ്മൾ ഉദ്ദേശിക്കുന്ന മരണമാണോ കർത്താവ് ഉദ്ദേശിച്ച മരണം? എന്താണ് അപ്പൊ ഡെത്ത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഡെത്ത് ഈസ് സെപ്പറേഷൻ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് മരണം എന്ന് പറയുന്നത്. ഡെത്ത് ഈസ് സെപ്പറേഷൻ ഫ്രം ഗോഡ്. ആ ബേസിൽ നിന്ന് പണിയാൻ പോവാ. ഏതെന്ന് തോട്ടത്തിൽ എന്തോ സംഭവിച്ചേ?
they were separated from God. ലേഖനങ്ങളിൽ വരുമ്പോൾ പൗലോസ് പറഞ്ഞു, അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായ നമ്മെ. അപ്പം ഡെത്ത് എന്ന് പറയുന്നത്, ഇപ്പൊ ഇന്നത്തെ മെഡിക്കൽ സയൻസ് ഒത്തിരി പുരോഗമിച്ചതനുസരിച്ച് ഡെത്ത് പലതരമുണ്ട്. ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞൊരു ഡെത്ത് ഉണ്ട് അല്ലേ? ബ്രെയിൻ ഡെത്ത് ഉണ്ട്. വാട്ട് ഈസ് ഡെത്ത്? വേദപുസ്തകം മരണത്തെക്കുറിച്ച് അത് നമ്മൾ ഇപ്പം ഞാൻ തുടത്തില്ല അതിനെ, ഞാൻ എപ്പോഴെങ്കിലും പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം എന്തുവാന്ന്, ഡെത്ത് എന്തുവാന്ന്. അപ്പം ഏത് ഡെത്താണ് ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത്? രണ്ട് ഇതിന് പറയുന്നുണ്ട്. ഒന്ന് ഫിസിക്കൽ ഡെത്ത്, ശാരീരിക കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമോനം അഴിഞ്ഞു പോയാൽ എന്ന് പറയുന്ന ഈ ഫിസിക്കൽ ബോഡിയുടെ ഫങ്ഷനിങ് തീർന്നു അല്ല, അതിനെ മരണമെന്ന് പറയുന്നുണ്ട്. ദൈവത്തിൽ നിന്നുള്ള വേർപെട്ട ജീവിതത്തെക്കുറിച്ചും മരണമെന്നാണ് പറയുന്നത്. തെളിവുക, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. ആരോട് പറയുന്ന? ഏതപ്പൻ? മുടിയനായ പുത്രനെ കുറിച്ച് പിതാവ് പറയുന്ന, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോഴും അവൻ എന്ത് ചെയ്തിരിക്കുന്നു? സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? സെപ്പറേറ്റഡ് ഫ്രം മീ. പിതാവിൽ നിന്ന് അന്യപ്പെട്ട് പിതാവുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു ജീവിതമായിരുന്നു. അപ്പം ആൾ ചത്തിട്ടൊന്നുമില്ല ശരിക്കും, ഉണ്ടോ? ഏയ് ചേട്ടൻ പറഞ്ഞു അങ്ങനെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്ന, അവൻ ദുർമാർഗങ്ങളുടെ കൂടെ എന്തായിരുന്നു? ജീവിക്കുകയായിരുന്നു. സോ വാട്ട് ഈസ് ഡെത്ത്? ശാരീരിക മരണം മാത്രമല്ല, ശരീരത്തിൻ്റെ മരണത്തെക്കുറിച്ച് മാത്രമല്ല മരണം എന്ന് വേദപുസ്തകം വിവക്ഷിക്കുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടെ ആത്മീയ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ മാൻ, ദൈവവുമായുള്ള നമ്മുടെ കട്ട് ഓഫ് ആയിപ്പോയി, നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ടു പോയി. നമുക്ക് അത് വീണ്ടെടുക്കാൻ വേണ്ടി, അത് റീകണക്ട് ചെയ്യാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു എന്ത് ചെയ്തത്? വന്നതും തൻ്റെ മരണത്താൽ നമ്മളെ വീണ്ടെടുത്തതൊക്കെ. വേദഭാഗത്തേക്ക് നമുക്ക് തുടങ്ങി വരാം. ഇനി 13-ാം വാക്യം. ന്യായപ്രമാണം വരെയും ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരുന്ന കാലത്ത് പാപത്തെ കണക്കിട്ടിരുന്നില്ല. ഏതെങ്കിലും ന്യായപ്രമാണത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക. അത് എന്നുതൊട്ടാണ് തുടങ്ങിയത്? മോശയുടെ ന്യായപ്രമാണം വരെ ഉള്ളൂ. അപ്പൊ ഇന്നലെ വരെ അവൻ ശുദ്ധീകരിച്ചില്ല, ഇന്നലെ വരെ അത് ഇല്ല എന്നുള്ളതുകൊണ്ട് അവൻ എന്ത് ചെയ്യത്തില്ല? ആ പ്രമാണത്തിൽ എന്ത് ചെയ്യത്തില്ല? അവനെ കുറ്റക്കാരനെന്ന് വിധിക്കത്തില്ല. ശ്രദ്ധിച്ചോ? ഇനി വായിച്ചോ. എങ്കിലും ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ എങ്കിലും വരുവാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിനു സദൃശമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. മോശ വരെ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം കിട്ടുന്നവരെയും എന്ത് ചെയ്തിരുന്നു? മനുഷ്യൻ മരിച്ചുകൊണ്ടിരുന്നു. 15. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശു ക്രിസ്തുവിലുള്ള കൃപയാലുള്ള ദാനവും അനേകർക്ക് വളരെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ചാർട്ട് ഉണ്ടാക്കിയാൽ വളരെ എളുപ്പമായിരിക്കും. ഇവിടെ 2 മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ആദം എന്ന് പറയുന്ന ആദ്യ മനുഷ്യൻ. 2 രണ്ടാം ആദാമല്ല, ഒടുക്കത്തെ ആദാമെന്ന് നമുക്ക് പറയേണ്ടത്. 2ാം ആദാം കഴിഞ്ഞാൽ 3ാമത്തെ ആരാൻ ചോദിക്കും. അതിങ്ങനെ വന്നു. അപ്പം 4ാമത്തെ ആരാൻ ചോദിക്കും. അതുകൊണ്ടാണ് ഒടുക്കത്തെ ആദാമെന്ന് പറയുന്നത്. അവർ തമ്മിലുള്ളൊരു ഒരു താരതമ്യ പഠനമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അവരാണല്ലോ 2 പ്രധാന കക്ഷികൾ. ഒന്നാം ആദാം ആരാ?
എന്ന് പറഞ്ഞാൽ ഹവ്വയുടെ ഭർത്താവാകുന്ന ആദാം എന്ന് പറഞ്ഞാൽ ഒന്നാം ആദാം, അതും നമ്മുടെ ആദാം തന്നെ. അടുത്തത് രണ്ടാം ആദാമല്ല, ഇനി ഒടുക്കത്തെ ആദാം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇതാരാ? ക്രിസ്തു അല്ലെങ്കിൽ യേശു. എന്താ ഇവർക്ക് തമ്മിൽ സംഭവിച്ചതെന്ന് നോക്കാം. ഒന്നാം ആദാമൻ എന്ത് ചെയ്തു? അനുസരണം കെട്ടവനായി, അല്ലേ? അവന്റെ അനുസരണക്കേട് നിമിത്തം സകല മനുഷ്യർ എന്തായി? പാപികളായി തീർന്നു. ഇവിടോ ഏകന്റെ അനുസരണത്താൽ അനേകരെ നീതിമാന്മാരാക്കുന്ന ഒരു പ്രക്രിയ ഇവിടെ നടത്തി. ഒരുത്തൻ്റെ അനുസരണക്കേട് കൊണ്ട് സകലരും പാപികളായി തീർന്നു. ഇവിടെ ഒടുക്കത്തെ ആദാമിൻ്റെ അനുസരണത്താൽ അനേകരെ നീതിമാന്മാരാക്കുന്ന ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു പ്രക്രിയ, ഒരു പ്രവൃത്തി എന്ത് ചെയ്തു? നടത്തപ്പെട്ടു. ആ ആ ആ കണ്ടോ? തീരും, അല്ലേ? തീർന്നു എന്നല്ല, തീരും. അപ്പൊ ഇത് ആര് വിശ്വസിക്കുന്നുവോ, യേശു ക്രിസ്തുവിന്റെ രക്ഷന്റെ വേലയെ ആര് വിശ്വസിക്കുന്നുവോ, ആരേറ്റെടുക്കുന്നുവോ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീതിമാന്മാരാകാനുള്ള ഒരു പദ്ധതി ക്രിസ്തു തയ്യാറാക്കി തീർത്തു. രണ്ടാമത്തത് നടന്നത് എന്നാണെന്നറിയാമോ? ഏകന്റെ അനുസരണക്കേടിനാൽ എന്ത് ചെയ്തെന്നറിയാമോ? മരണം ലോകത്തിലേക്ക് എന്ത് ചെയ്തു? കടന്നു വന്നു. അല്ലെങ്കിൽ അതെ, മരണം മനുഷ്യരിൽ വാണു. ഇവിടെയോ ഏകന്റെ അനുസരണത്താൽ അനേകർ എന്ത് ചെയ്തു? ജീവങ്കിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. ഒരുത്തന്റെ അനുസരണക്കേട് സകലരെയും മരണത്തിന് കാരണമാക്കിയെങ്കിൽ യേശുവിൻ്റെ അനുസരണത്താൽ അനേകർ ജീവങ്കിലേക്ക് കടന്നു വന്നു. അതിൻ്റെ 16 വാക്യം, 16, 17 വാക്യങ്ങൾ അങ്ങനെ പറയുന്നത്, അല്ലേ? വായിച്ചേൻ. ആ ആ ആ ഏകന്റെ അത് അതെ, അത് 18 വാക്യാന്ന് തോന്നുന്നു, അല്ലേ? 16. ഏകന്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അടുത്ത 18 വാക്യം. ഏക ലംഘനത്താൽ ശിക്ഷാവധി. അപ്പൊ എന്തുവാ? ഇവന്റെ അനുസരണക്കേട് മൂലം എല്ലാവർക്കും എന്ത് ചെയ്തു? എല്ലാവരും ശിക്ഷാവധിക്ക് കാരണമായി തീർന്നു. ഇവിടെയോ ഏകന്റെ അനുസരണത്താൽ ഇവിടെ നീതീകരണം കിട്ടി. അടുത്തത് ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ എന്ത് ചെയ്തെന്നറിയാമോ? പാപികളായി തീർന്നു. പാപി എന്നുള്ളതിന് ഞാൻ നിർവചനം പറഞ്ഞു. എന്തുവാ? ലക്ഷ്യം തെറ്റിയവരായി തീർന്നു. എന്തിനാ ദൈവം അവരെ ഉണ്ടാക്കിയെന്ന് അറിയത്തില്ല. എന്താ അവരെ ജീവിതത്തിൽ ലക്ഷ്യം തെറ്റി ഓടുക, ഇതല്ല. എന്നാൽ ഏകന്റെ അനുസരണത്താൽ നീതിമാന്മാരായി തീർന്നു. വായിച്ചോ ഇനി. ലംഘനം പെരുകേണ്ടതിന്
എന്ന് പറഞ്ഞാൽ കുറ്റങ്ങളുടെ എണ്ണം വർദ്ധിക്കേണ്ടതിന്. ഇപ്പൊ ന്യായപ്രമാണം കൂടെ വന്നപ്പോൾ എന്ത് ചെയ്തു? അപ്പൊ ഇന്നലെ വരെ ശബത്ത് ഞാൻ പാലിച്ചില്ലേലും കുറ്റക്കാരനല്ലായിരുന്നു. ഏത്? ഇന്നലെ വരെ ശബത്ത് പാലിച്ചില്ലേലും ഞാൻ ഇപ്പം ശബത്തും കൂടെ പാലിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നത് അറിയാമോ? കൂടുതൽ. ഇന്ന് 6 കുറ്റം ഉണ്ടായിരുന്നു, ഇപ്പൊ 7 കുറ്റമായിട്ട് മാറി. അതവിടെ പറയുന്നത്. വായിച്ചാവാക്യം ഒന്നുകൂടെ. ലംഘനത്തിന്റെ എണ്ണം പെരുകേണ്ടതിന് ന്യായപ്രമാണം കൂടെ എന്ത് ചെയ്താൽ നമ്മൾ ഇടയിൽ ചേർന്ന് വന്നു. അപ്പൊ എന്തുവാ? ലംഘികളുടെ ലംഘനങ്ങളുടെ ഇന്നലെ വരെ 5 കുറ്റമേ എൻ്റെ മേലുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്തു? 6 ന്യായപ്രമാണത്തിലെ ഓരോന്ന് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കുറ്റത്തിന്റെ എണ്ണം കൂടി വരിക ചെയ്യുന്നത്. വായിച്ചോ. എന്നാൽ പാപം പെരുകിയെടുത്ത് ദൈവത്തിന്റെ കൃപ അധികമായി വർദ്ധിച്ചു. കാര്യം എന്നാ? അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇന്നലെ 5 വരെ പാപം ചെയ്തവന് അവനെയും ദൈവം നശിപ്പിക്കാതെ നിർത്തി. ഇന്നായപ്പോൾ ന്യായപ്രമാണം കൂടെ കൊടുത്തപ്പോൾ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ അവൻ്റെ പാപം 8. അപ്പോഴും അതനുസരിച്ച് എൻ്റെ കൃപയും എന്ത് ചെയ്തു? ഞാനിവിടെ വർദ്ധിപ്പിച്ചു. ഞാൻ ഇന്നലത്തെ 5ന്റെ കൃപയെ തന്നെ ഈ 2 തന്നെ തട്ടിയേ പറ്റൂ. അപ്പൊ എന്ത് ചെയ്തു? എൻ്റെ കൃപയും ഞാൻ എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. വായിച്ചു ഇനി. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയിലെ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ഇന്നലെ വരെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഞാൻ അംഗീകരിക്കുന്നിടം വരെ മരണമായിരുന്നു എന്നെ വാണിരുന്നതെങ്കിൽ, അതിന് വാഴാൻ കാരണം എൻ്റെ പാപപ്രവൃത്തികളായിരുന്നെങ്കിൽ, ഇന്ന് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞാൻ മരണഭീതിയിലല്ല ജീവിക്കുന്നത്. ഞാൻ ദൈവകൃപയുടെ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ ഞാൻ ജീവിക്കുന്നു. ഞാൻ നിത്യജീവനായി വാഴുന്നവനാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ വന്നു. ഇന്നെൻ്റെ ജീവിതത്തെ വാഴുന്നത് മരണഭയമല്ല, നിത്യജീവനായതിനാൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞ 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന എന്തുവാ? ദൈവകോപത്തിൽ നിന്ന്. 5-ാം അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദൈവകോപത്തിൽ നിന്ന് നാം എന്ത് ചെയ്തിരിക്കുന്നു? വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ഇനി നാം മരണഭയത്തിലും അല്ല ജീവിക്കുന്നത്, നാം ജീവനായി വാഴാനായി വിളിക്കപ്പെട്ടവരാണ്. ദൈവകോപത്തിൽ നിന്ന് മാറി. 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? 3 കാര്യങ്ങൾ അല്ല. മെയിൻ പോയിന്റ് എന്തുവാ? നീതീകരിക്കപ്പെട്ട ഞാൻ ദൈവ കോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. അത് പൗലോസ് വിശദമാക്കുക. എങ്ങനെയൊക്കെ വിശദമാക്കി? നീതീകരണത്തിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥ എന്തായിരുന്നെന്നും നീതീകരണത്തിന് ശേഷമുള്ള നമ്മുടെ അവസ്ഥ എന്തൊക്കെയാണ്. പിന്നെ പൗലോസ് പറഞ്ഞു, നീതീകരിക്കപ്പെട്ട ഒരു ദൈവവൈതലിന് പ്രശംസിക്കാൻ ലോകത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസിൻ്റെ മൊത്തം ലേഖനങ്ങളുടെ എടുത്തേച്ച് നമ്മൾ നോക്കി പൗലോസ് എന്തൊക്കെയായിരുന്നു പ്രശംസിച്ചിരുന്നത് എന്ന്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് നീതീകരണം നമുക്ക് ലഭിക്കുന്നതിന് കാരണമായി തീർന്ന യേശു ക്രിസ്തു, അല്ലെങ്കിൽ ഒടുവിലത്തെ ആദാം, എങ്ങനെയാണ് നീതീകരണം മൂലം നമുക്ക് സംഭവിച്ചത് എന്തൊക്കെയാണ്. അപ്പോൾ അവിടെ പറഞ്ഞു, 1-ാം ആദാമിൻ്റെ ജീവിതം കൊണ്ട്, അവൻ്റെ പ്രവൃത്തി കൊണ്ട് നടന്നത് എന്തൊക്കെയാ? ഒടുവിലത്തെ ആദാമിനാൽ അവൻ്റെ പ്രവൃത്തി മൂലം സംഭവിച്ചത് എന്തൊക്കെയാ? ഇതിൻ്റെ എല്ലാം ആകത്തുക പറയുന്നു, യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവകോപത്തിൽ നിന്ന് നാം വിടുതൽ പ്രാപിച്ചു. കാരണം നാം നീതീകരിക്കപ്പെട്ടു. പ്രവൃത്തികളാലല്ല, അവങ്കിലുള്ള വിശ്വാസത്താൽ മാത്രം. അതാണ് 5-ാം അധ്യായത്തിൽ പഠിച്ചത്. ഇനി 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കയറാൻ പോവാം. 6-ാം അധ്യായത്തിൽ പൗലോസ് പ്രതിപാദിക്കുന്ന വിഷയം, നീതീകരണം പ്രാപിച്ചിരിക്കുന്ന നാം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്നു. നീതീകരണം പ്രാപിച്ചിരിക്കുന്ന നാം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്നു. 6-ാം അധ്യായത്തിന് 1-ാം വാക്യം തൊട്ട് വായിക്കാം. ആകയാൽ നാം എന്ത് പറയേണ്ടു? ആകയാൽ വീണ്ടും വന്നിരിക്കുന്നു. ആകയാൽ, അതുകൊണ്ട്, ഈ പദങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ആകയാൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? എന്തൊക്കെയോ മുമ്പ് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്താണ് പറയുന്നത്. ഏതാ? യേശു ക്രിസ്തുവിനാൽ
നീതീകരണം പ്രാപിച്ച് ദൈവകോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്ന നാം വായിച്ചോ, ആകയാൽ നാം എന്ത് പറയേണ്ടു? കാരണം 5-ാം അധ്യായത്തിൽ നാം വായിച്ചു, പാപം പെരുകിയെടുത്ത് ദൈവം എന്ത് ചെയ്തു? അധികം കൃപ കാണിച്ചു എന്ന്. അപ്പം ഞാൻ ചോദിക്കും, അപ്പം അധികം കൃപ കിട്ടേണ്ടതിന് അധികം പാപം ചെയ്യല്ലേ വേണ്ടേ? മനസ്സിലായില്ല? അധികം കൃപ കിട്ടേണ്ടതിന്, കാരണം പാപം പെരുകിയെടുത്തല്ലേ ദൈവം എന്ത് ചെയ്തത്? കൃപ വർദ്ധിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് അധികം പാപം ചെയ്ത അധികം കൃപ. അപ്പൊ എനിക്ക് അധികം കൃപ ദൈവത്തിൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യണം? അധികം പാപം ചെയ്യണം. അതാണോ പൗലോസേ നീ പറയുന്നത്? ചോദിച്ചേ. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഇപ്പോ ഒരു നാളും അല്ല, നമ്മുടെ ഭാഷ പറഞ്ഞ അതല്ല ഞാനിവിടെ മെയിൻ ചെയ്തേ. എനിക്ക് ഈ അഴുക്കും പിടിച്ചിരിക്കുന്ന ഒരു കൊച്ചിനോട് ദയ തോന്നി, കാരണം തോന്നി അവനെ വാരി എടുത്ത് കുളിപ്പിച്ചിട്ട് ആ സാറിനോട് ദയ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പോയി അഴുക്കൊക്കെ ആയി ഇങ്ങനെ ഇരുന്ന സാറ് ദയ കാണിക്കുമെന്ന് പറഞ്ഞു. അതാണ് ഉദ്ദേശിച്ചേ. അതുകൊണ്ട് കുളിച്ച് കുട്ടപ്പനാക്കി കൊച്ചു ഇവൻ ചെന്ന് എന്ത് ചെയ്തു? വീണ്ടും ചെളി കിടന്ന കളഞ്ഞോണ്ട് എന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരുന്ന അവിടെ ദയയല്ല കിട്ടുക, അവിടെ അടിയാ കിട്ടുന്നേ. പാപം കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും പാടില്ല. പാപസംബന്ധമായി മരിച്ചവരായ നിങ്ങൾ ഇനി അതിലെങ്ങനെയാ ജീവിക്കുന്നേ? How can you do that? അടുത്ത വാക്യം. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അങ്ങനെ നാം അവിടുത്തെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവിടുത്തെയോടുകൂടെ അടക്കപ്പെട്ടു. ക്രിസ്തു പിതാവിൻ്റെ മഹിമയിൽ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവിടുത്തെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീകരിക്കും. നാം ഇനി അടിമപ്പെടാതിരിപ്പാൻ തക്കവണ്ണം നമ്മുടെ പാപശരീരം നശിപ്പിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ പഴയ മനുഷ്യൻ അവിടുത്തെയോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവിടുത്തെ മേൽ ഇനി അധികാരവുമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവിടുന്ന് മരിച്ച് എല്ലാ കാലത്തേക്കുമായി പാപം മോചിക്കുവാൻ ഒരിക്കലായിട്ട് മരിച്ചു. അവിടുന്ന് ജീവിക്കുന്നതോ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നു. അങ്ങനെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരാകുന്നു എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാകുന്നു എന്നും നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എണ്ണണം. സ്നാനപ്പെട്ട വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, ഇറ്റ് ഈസ് ടൈം ടു ചേഞ്ച് യുവർ തിങ്കിങ്. നിന്റെ മൈൻഡ് സെറ്റ് മാറ്റണം. അല്ലേ? ചില വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഇന്നത്തോടുകൂടെ കംപ്ലീറ്റ് എല്ലാം അങ്ങ് മാറി, ഡിഫറെൻറ്റ് മൂഡിലായി ഇപ്പോൾ ആള്. ഇന്നലെ വരെ വളരെ ഓടിച്ചാടി നടന്ന പാർട്ടി ഒരു പ്രത്യേക വാർത്ത കേട്ടപ്പോൾ ദാറ്റ് ചേഞ്ച് ദ ഹോൾ ലൈഫ് സ്റ്റൈൽ. ജീവിതം മുഴുവനും മാറ്റിയെടുത്തു. എന്താ കാരണം? ഒരു ഉൾബോധം വന്നു, ഞാൻ ആരാണ് എന്നുള്ളതിനെ. ഞാൻ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നവനാണ്, ഞാൻ ക്രിസ്തുയേശുവിൽ ജീവിക്കുന്നവനാണ് എന്നൊരു ഉൾബോധം വന്നപ്പോൾ ജീവിതത്തിനൊരു സമൂല മാറ്റം സംഭവിച്ചു. അതാ പൗലോസ് പറയുന്നത്, നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ദൈവത്തോട് അവൻ ചേർന്നിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന
6-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് അതെങ്ങനെയാ സംഭവിച്ചേ? സ്നാനത്താൽ. സ്നാനം എന്ന് പറയുന്നത് ചുമ്മാ ഒരു കുട്ടിക്കളി പരിപാടിയല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്കൊന്നും കൂടെ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അപ്പം നീ ആദ്യം സ്നാനപ്പെട്ടതല്ലേ? സ്നാനപ്പെട്ടു, പക്ഷെ എനിക്ക് ഇതിൻ്റെ യാതൊന്നും അറിയില്ലായിരുന്നു. പാസ്റ്റർ പറഞ്ഞു സ്നാനപ്പെടണമെന്ന് പറഞ്ഞു, സ്നാനപ്പെട്ട രോഗം മാറുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. രോഗമൊന്നും മാറിയില്ല. എന്നാലും ഇപ്പോൾ എനിക്ക് മനസ്സിലായി, സ്നാനവും രോഗം മാറലും തമ്മിലൊന്നും യാതൊരു ബന്ധവും ഇല്ല. സ്നാനപ്പെടുന്നത് ഞാൻ യേശു ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി ജീവിക്കുന്നു എന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളത്തിൽ വന്നിട്ടാണ് ഞാൻ ചെയ്തത്. ആ ഒരു ബോധ്യം എനിക്ക് അന്നില്ലായിരുന്നു. അതുകൊണ്ട് അതെനിക്കൊരു എൻ്റെ മനസ്സാക്ഷിക്ക് എനിക്ക് സ്നാനപ്പെട്ടതായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു ബോധ്യം. എൻ്റെ മനസ്സാക്ഷി ഇപ്പോഴും എന്നെ കുറ്റം വിധിക്കുക, നീ എന്ത് ചെയ്യുക, നീ സ്നാനപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനിയിപ്പം നാളെ വേറെ വല്ലതും കേൾക്കുമ്പോൾ നീ പിന്നെയും പോയി മുങ്ങുമോ? ഏത് നാളെ ഒരാൾ പറയാണ് സ്നാനപ്പെടുത്തേണ്ടവൻ ഇങ്ങനെയുള്ളവനായിരിക്കണം. ഇപ്പം സ്നാനപ്പെട്ട ആളുടെ ബുദ്ധിമുട്ടാണ് നീ ഇപ്പം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ നാളെ ഒരാൾ വന്ന് നിന്നോട് പറയാ, ഇങ്ങനത്തെ ഒരാൾക്ക് നിന്നെ സ്നാനപ്പെടുത്താനുള്ള യോഗ്യതയുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നിന്റെ സ്നാനം എന്തല്ല, വാലിഡ് അല്ല എന്ന് പറഞ്ഞാൽ നീ പിന്നെയും പോയി മുങ്ങുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് എൻ്റെ കുറ്റമല്ല, അത് അവൻ വാങ്ങിച്ചോളൂ, അതിന് ശിക്ഷ. അവന് യോഗ്യതയില്ലാത്തൊന്നും അവൻ ചെയ്തെങ്കിൽ അതിൻ്റെ ശിക്ഷ അവൻ വാങ്ങിച്ചോളൂ, അത് ഞാൻ ഉത്തരവാദിയല്ലെന്ന് പറഞ്ഞു. അതിനൊക്കെ അത്രയും ബോധം വന്നുകൊണ്ട് നിന്നെ പെടുത്താന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ആയുധം മുഴുവൻ പെടാനേ നേരം കാണത്തുള്ളൂ. അവിടെ പൗലോസ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത് ആദ്യത്തെ കണ്ടീഷൻ ഇത് നീതീകരണം പ്രാപിച്ചവർക്കുള്ള ഒന്നാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവർക്കുള്ളതാണ്. ഞാനൊരു കാര്യം തുറന്നു പറയാം, പ്രത്യേകിച്ച് ശുശ്രൂഷക്കിലൊക്കെ ആവാൻ പോകുന്ന നിങ്ങളും ആത്മീയ ശുശ്രൂഷ ഏതെങ്കിലും ഇടപെടാൻ പോകുന്നത്, ദയവ് ചെയ്ത് കല്യാണത്തിന് വേണ്ടി ഒറ്റ ഒരുത്തിനെ സ്നാനപ്പെടുത്തരുത് പ്ലീസ്. ഒത്തിരി സ്നാനം അങ്ങനെ നടന്നുണ്ട്. കാരണം പെണ്ണ് ബന്ധുക്കോസിലാണ്, ചെറുക്കൻ ബന്ധുക്കോസിലല്ല. അതുകൊണ്ട് സ്നാനപ്പെട്ട കല്യാണം നടത്തി തരാമെന്ന് വീട്ടുകാർ പറഞ്ഞു. ഞാനോ എന്തോ വേണേലും ഞാൻ ചെയ്തേക്ക്, വാ, എത്ര പ്രാവശ്യം മുങ്ങണം? ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ശരിയായ രൂപാന്തരം വന്നിട്ട് തന്നെ. പെൺകുട്ടി, ഓ സ്നാനപ്പെടാത്തവരെ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ വീട്ടിൽ നമുക്കതാ, അതിനിപ്പോൾ എന്താ, ഞാൻ പെട്ടേക്കാമല്ലോ, എപ്പോഴാണ് വേണ്ടേ, ഒന്ന് സ്നാനപ്പെടുത്തി. ഒന്നും അറിയില്ല. ഇത് കല്യാണത്തിന് വേണ്ടി സ്നാനപ്പെട്ടതാണ്. ദയവ് ചെയ്ത് വിവാഹവും സ്നാനവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. കാരണം വിവാഹം എല്ലാവർക്കും മാന്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സ്നാനം നീതീകരിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ശുശ്രൂഷയിൽ പോകുന്നെങ്കിൽ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന കൊച്ച് അല്ലെങ്കിൽ വ്യക്തി സ്നാനപ്പെട്ടതല്ല, അതുകൊണ്ട് സ്നാനപ്പെട്ടാലേ കല്യാണം നടത്തുള്ളൂ എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് ആരെയും പിടിച്ച് മുക്കരുത്. അങ്ങനെ ഉണ്ട്, കുറേ എണ്ണം, ഒത്തിരി എണ്ണം ഉണ്ട്. പേരൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ ജീവിതത്തിൽ ഒരു മാനസാന്തരമോ റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലുള്ള നീതീകരണമോ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന അനുഭവങ്ങൾ ഒന്നും ജീവിതത്തിലില്ല. അതറിയില്ല. ഏതോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി, രോഗം മാറാൻ, അല്ലെങ്കിൽ നല്ല ജോലി ലഭിക്കാൻ, പ്രൊമോഷൻ ലഭിക്കാൻ, നീ ദൈവകൽപ്പന അനുസരിച്ചില്ലല്ലോ, അതുകൊണ്ടാണ് നിനക്ക് ഇതുവരെ എന്ത് ചെയ്യാത്ത ഉയർച്ച കിട്ടാതെ. പ്ലീസ് അങ്ങനെ ചെയ്യല്ലേ. നമ്മൾ അങ്ങനെയൊക്കെ കുറേ ഇതിനകത്ത് വന്നതാ. ഇതാകെ ഇത് ദുഷിക്കപ്പെട്ടത്. വൈ ബാപ്റ്റിസം? എന്തിനായിരുന്നു സ്നാനം? സ്നാനപ്പെട്ട ഒരു വ്യക്തി അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൗലോസ് ചോദിക്കുക, അല്ല യേശു ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമായിട്ട് നിങ്ങൾ
നിങ്ങൾക്ക് അറിയാമായിരുന്നു യേശു ക്രിസ്തുവിനോട് ചേരാനാന്ന്? ഡിഡ് യു നോ ദ സീരിയസ്നെസ്? അതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കിയിട്ടാണോ ഇത് ചെയ്തത്? പിന്നെ പൗലോസ് അതിനകത്ത് പറയുന്നുണ്ട്, സ്നാനാനന്തര ജീവിതം എങ്ങനെ ആയിരിക്കണം? ജീവന്റെ പുതുക്കത്തിൽ. അതായിരിക്കും നമ്മൾ ദൈവം അടുത്ത തിങ്കളാഴ്ച പഠിക്കാൻ പോകുന്നത്.